പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2014-ലും 2015-ലും പ്രവേശനം നേടിയ BA, BSc, BCom, BBA, BCA, BMMC തുടങ്ങിയിട്ടുള്ള BA അഫ്സൽ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്ക് സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി നവംബർ 6 എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഓരോ സെമസ്റ്ററിനും 500 രൂപ അടച്ച് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി നവംബർ 6. അക്കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അഫിലിയേറ്റഡ് കോളേജുകളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് ആയും SD പ്രൈവറ്റായിട്ട് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് ആയിട്ടുമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനുള്ള ലിങ്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ലിങ്ക് ഇന്ന് മുതൽക്ക് ലഭ്യമായി തുടങ്ങും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു കാരണവശാലും ഉടനെ തന്നെ ഫീസ് അടയ്ക്കാൻ പോയേക്കരുത്. നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു സെക്ഷനിൽ നിന്നാണ്, അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റൊരു സെക്ഷനിൽ നിന്നാണ്. പലപ്പോഴും ഇത് രണ്ടും ഒരേ സമയം വരാറില്ല. നോട്ടിഫിക്കേഷൻ വന്ന് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ലിങ്ക് പലപ്പോഴും വരാറുള്ളത്. 2014-15 വർഷങ്ങളിൽ പ്രവേശനം നേടിയിട്ടുള്ള ആളുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറേ ദിവസമായെങ്കിലും അതിനോടനുബന്ധമായി വരേണ്ടിയിരുന്ന ലിങ്ക് വന്നിരുന്നില്ല. നേരത്തെ ഒരു ലിങ്ക് വന്നു, അത് അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ളതാണോ അതോ പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ളതാണോ എന്ന് തരംതിരിക്കപ്പെട്ടതായിരുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാനതിൻ്റെ വീഡിയോ ചെയ്യാതിരുന്നത്. കൃത്യമായ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വിവരം തരാം എന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ ലിങ്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും. SD വിദ്യാർത്ഥികൾക്ക് അഥവാ പ്രൈവറ്റായി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് സെപ്പറേറ്റ് ലിങ്കും, അതേപോലെ അഫിലിയേറ്റഡ് കോളേജിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് ലിങ്കും ഇന്ന് മുതൽക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമായി തുടങ്ങും. നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഫീസ് അടയ്ക്കാൻ കഫേകളിൽ പോവുകയും ഫീസ് അടയ്ക്കുകയും രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ ഫീസ് അടയ്ക്കാൻ പോയേക്കരുത്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ലിങ്ക് വരുന്നത് വൈകാറുണ്ട്. ലിങ്ക് വരുന്നതിന് ചിലപ്പോൾ 2-3 ദിവസം എടുത്തു എന്ന് വരും. അതിനുശേഷമേ ഫീസ് അടയ്ക്കാൻ പോകാവൂ. പലപ്പോഴും ഈ പ്രശ്നം പലരും നേരിട്ടിട്ടുണ്ട്. പലരും എന്നെ വിളിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു 20-ാം തീയതിക്ക് ശേഷം ഫീസ് അടച്ചാൽ മതി. 14-15 അഡ്മിഷൻകാർ അവരുടെ രജിസ്ട്രേഷൻ ഫീസ് 20-ാം തീയതിക്ക് ശേഷം എങ്കിലും അടച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. കാരണം സെപ്പറേറ്റ് ലിങ്കുകൾ അതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ടായിരുന്നു. അത് വരാതിരുന്നത് കൊണ്ടാണ് നേരത്തെ അടയ്ക്കേണ്ട എന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ ഇന്ന് മുതൽക്ക് ലഭ്യമായി തുടങ്ങും. ഓരോ സെമസ്റ്ററിനും 500 രൂപ വീതമാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. എക്സാമിനേഷൻ ഫീസ് ഓരോ പേപ്പറിനും 2760 രൂപയാണ് വരിക. അത് അടയ്ക്കാനായിട്ടില്ല. അത് പിന്നീട് യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതിനനുസരിച്ച് മാത്രമാണ് എക്സാമിനേഷൻ ഫീസായിട്ടുള്ള 2760 രൂപ അടയ്ക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 500 രൂപ ഓരോ സെമസ്റ്ററിനും രജിസ്ട്രേഷൻ ഫീസായി അടച്ച് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരീക്ഷ ഫീസ് അടയ്ക്കുന്നത് കൊണ്ട് മാത്രം രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാവില്ല. പരീക്ഷാ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സെക്യൂരിറ്റി കോഡും ചലാൻ നമ്പറും ഉപയോഗിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ലിങ്കിൽ പോയി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ പതിച്ച ഒരു പ്രിൻ്റ് കിട്ടും. നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഒരു പ്രിൻ്റ് കിട്ടും. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ 2 പ്രിൻ്റുകളാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഒന്ന് ഫീസ് അടച്ചതിൻ്റെ ചലാനും മറ്റൊന്ന് അപേക്ഷിച്ചതിൻ്റെ പ്രിൻ്റും. അപേക്ഷിച്ചതിൻ്റെ പ്രിൻ്റിൽ ഫോട്ടോ പതിച്ച പ്രിൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത് 2 കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാവുകയുള്ളൂ. പലരും എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുന്നതോടുകൂടി രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയായി എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയല്ല. എക്സാം ഫീസ് അടച്ചു കഴിഞ്ഞാൽ 2ാമത്തെ ഘട്ടം രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷന് ശേഷം കിട്ടുന്ന പ്രിൻ്റ് കൂടി എടുത്തു വയ്ക്കേണ്ടതുണ്ട്. ഇനി സെമസ്റ്ററുകാർ അവരുടെ പരീക്ഷാ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ആപ്ലിക്കേഷൻ ഫോമും അതേപോലെ തന്നെ ചലാനും യൂണിവേഴ്സിറ്റിക്ക് അയക്കേണ്ടതില്ല. പകരം അത് നിങ്ങൾ കൈവശം വെച്ചാൽ മതി, സൂക്ഷിച്ചു വെക്കുക. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഫീസ് അടയ്ക്കാൻ പറയുന്ന സമയത്ത് എക്സാമിനേഷൻ ഫീസ് കൂടി അടച്ചതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കേണ്ടത്. എക്സാമിനേഷൻ ഫീസ് അടച്ചതിന് ശേഷം കിട്ടുന്ന ചലാനും രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഫോമും രജിസ്റ്റർ ചെയ്യുന്നതിന് 500 രൂപ അടച്ചതിൻ്റെ ചലാനും ചേർത്തിട്ടാണ് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കേണ്ടത്. അത് യൂണിവേഴ്സിറ്റി പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ചെയ്യാവൂ.
അയച്ചു കൊടുക്കേണ്ടതുള്ളൂ. അതിനു മുമ്പ് ആരും തന്നെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല. ഇനി ആരെങ്കിലും അബദ്ധത്തിൽ അയച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല, ഇനി അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. സാധാരണഗതിയിൽ പരീക്ഷാ ഫീസ് കൂടി അടച്ചതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ ഫോം യൂണിവേഴ്സിറ്റിക്ക് അയക്കേണ്ടതുള്ളൂ. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാം. 500 രൂപയാണ് നിങ്ങൾ ഓരോ സെമസ്റ്ററിനും രജിസ്ട്രേഷൻ ഫീസായി അടയ്ക്കേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റൻറ്റ് വെബ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന സംവിധാനത്തിലൂടെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടയ്ക്കുന്ന സമയത്ത് പർപ്പസ് തിരഞ്ഞെടുക്കാനുണ്ട്. പർപ്പസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പർപ്പസാണ്, SD പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഹെഡിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. അതേപോലെ ഓരോ പരീക്ഷയ്ക്കും പ്രത്യേകം ഹെഡുകൾ ഉണ്ടാകും. അതുകൊണ്ട് അത് മാറിപ്പോകരുത്. നിങ്ങളുടേത് ഏതാണോ അതിന് സമാനമായ പർപ്പസ് തിരഞ്ഞെടുത്താണ് ഫീസ് അടയ്ക്കേണ്ടത്. രജിസ്റ്റർ നമ്പർ തെറ്റാൻ പാടില്ല. രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അതിൽ ഓട്ടോമാറ്റിക്കലി വരും. കുറച്ച് സമയം കാത്തിരുന്നാൽ പേര് വരും. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോകരുത്. നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പറും തെറ്റിപ്പോകരുത്. ആ ഫോൺ നമ്പറിലേക്കാണ് നിങ്ങളുടെ സെക്യൂരിറ്റി കോഡും ചലാൻ നമ്പറും മെസ്സേജ് ആയിട്ട് വരിക. അതുകൊണ്ട് ഫോൺ നമ്പറും തെറ്റിപ്പോകരുത്. അതിനുശേഷം റിസിപ്റ്റ് എടുക്കുക, ചലാൻ്റെ കോപ്പി പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം കിട്ടിയിട്ടുള്ള സെക്യൂരിറ്റി കോഡും ചലാൻ നമ്പറും ഉപയോഗിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ലിങ്കിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം പ്രിൻ്റ് എടുക്കുക. ഓക്കെ, അത് അറ്റസ്റ്റ് ചെയ്ത് വീട്ടിൽ സൂക്ഷിക്കുക. അറ്റസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അറ്റസ്റ്റ് ചെയ്യുന്നത് അത്ര കർശനമായ ഒന്നല്ല. അതുകൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഭദ്രമായി വീട്ടിൽ സൂക്ഷിക്കുക. പരീക്ഷാ ഫീസ് അടച്ചതിന് ശേഷം മാത്രം യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, 2014 വർഷങ്ങളിൽ 2014-ലും 2015-ലും പ്രവേശനം നേടിയിട്ടുള്ള ആളുകളുടെ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പരീക്ഷാ സെൻറ്റർ മിക്കവാറും യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുകയുള്ളൂ. ഓക്കെ, സെമസ്റ്റർ സമ്പ്രദായത്തിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആരുടെയും പരീക്ഷ പ്രഖ്യാപിച്ചിട്ടില്ല. സ്പെഷ്യൽ സപ്ലിമെൻ്ററി ഇനത്തിൽ നടക്കേണ്ട ഒരു പരീക്ഷയുടെയും ഷെഡ്യൂളുകൾ വന്നിട്ടില്ല, ടൈം ടേബിളുകളായിട്ടില്ല. വരാനാവുന്നേ ഉള്ളൂ. കാത്തിരിക്കുക. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും കൃത്യമായി അതാത് സമയങ്ങളിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. കൃത്യമായ വിവരം കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളെ അറിയിക്കൂ. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലോ ഊഹോപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നും ഞാൻ നിങ്ങളെ ഒരു വിവരവും അറിയിക്കില്ല. പകരം കൃത്യമായ യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ നിങ്ങളെ അത്തരം കാര്യങ്ങൾ അറിയിക്കൂ. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക. വീഡിയോ വന്നില്ലല്ലോ, വിവരങ്ങൾ വന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കേണ്ടതില്ല. നിങ്ങൾ എപ്പോഴാണോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി അറിയേണ്ടത് ആ സമയത്ത് ഞാൻ നിങ്ങളെ കൃത്യമായി അറിയിക്കും. ഏതെങ്കിലും കാരണത്താൽ എൻ്റെ വീഡിയോ വൈകുന്നുണ്ടെങ്കിൽ, പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് വൈകുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടാവും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എൻ്റെ വീഡിയോ വൈകുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. വെറുതെ എന്തെങ്കിലും പറയുന്നതിലല്ലല്ലോ കാര്യം. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുക. ഓക്കെ, പലരും വിളിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ വന്നില്ല, വിവരങ്ങൾ വന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. കൃത്യമായി നിങ്ങൾ അറിയേണ്ടതായ വിവരങ്ങൾ കൃത്യമായ സമയങ്ങളിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പം 2014-15 വർഷങ്ങളിൽ പ്രവേശനം നേടിയിട്ടുള്ള ആളുകളുടെ 2 ലിങ്കുകളും ഇന്നു മുതൽക്ക് ലഭ്യമായി തുടങ്ങും. അതായത് 20-ാം തീയതിക്ക് ശേഷം ലഭ്യമായി തുടങ്ങും. അതിനുശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, 1995 അവസാന വർഷ പരീക്ഷ എഴുതിയവർ മുതൽക്ക് ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ 92 പ്രവേശനം നേടിയ ആളുകൾ മുതൽക്ക് 2010 വരെ വാർഷിക സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതിയിരുന്ന ആളുകളുടെ BA, BSc, BCom കോഴ്സുകളുടെ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് തുടങ്ങിയിട്ടുള്ള പേപ്പറുകളുടെ രജിസ്ട്രേഷനും എക്സാമിനേഷൻ ഫീസും അടയ്ക്കുന്നതിനുള്ള തീയതിയാണ് ഒക്ടോബർ 30-ാം തീയതി. നേരത്തെ ഒക്ടോബർ 20 എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് ഒക്ടോബർ 30-ലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു രജിസ്ട്രേഷൻ്റെ തീയതി അവസാനിക്കുന്നത് ഇന്ന് 20-ാം തീയതി അവസാനിക്കുന്നത് 2009 മുതൽ 2013 വരെയുള്ള വർഷങ്ങളിൽ പ്രവേശനം നേടിയ ആളുകളുടെ 1, 2, 4 സെമസ്റ്റർ പരീക്ഷകളുടെ എക്സാം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള
അവസാന തീയതി ഇന്ന് അവസാനിക്കുകയാണ്. ഒരു പക്ഷേ തീയതി നീട്ടിയേക്കാം, എങ്കിലും അത് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ നാളെയോ അറിയാം. എങ്കിലും നീട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടതില്ല. ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇനി രജിസ്ട്രേഷൻ തീയതി കഴിഞ്ഞത് ഏതൊക്കെയാണ്? 2009 മുതൽ 2013 വരെയുള്ള വർഷങ്ങളിൽ പ്രവേശനം നേടിയ 3, 5, 6 സെമസ്റ്ററുകളുടെ രജിസ്ട്രേഷൻ്റെ സമയം കഴിഞ്ഞിട്ടുള്ളതാണ്. ആരെങ്കിലും ഈ ഇനത്തിൽ അപേക്ഷിക്കാനുണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സിറ്റിയിൽ ഓഫ്ലൈനായി അപേക്ഷ നൽകുന്നതിനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളോ സഹായങ്ങളോ വേണ്ടതുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. മറ്റൊന്ന് കഴിഞ്ഞിരിക്കുന്നത് 2005 മുതൽ 2010 വരെ വാർഷിക സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതിയിരുന്ന ബികോംകാരുടെ പാർട്ട് 3 കൊമേഴ്സ് പേപ്പർ. 2005 മുതൽ 2010 വരെ വാർഷിക സമ്പ്രദായത്തിൽ പ്രവേശനം നേടിയിരുന്ന ബികോം 3 മെയിൻ കൊമേഴ്സ് പേപ്പറുകളുടെ ഫീസ് അടയ്ക്കുന്നതിനുള്ള തീയതിയും കഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അതിനും ആരെങ്കിലും ഇനി അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്കും ഓഫ്ലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അതേസമയത്ത് BA, BSc പോലുള്ള കോഴ്സുകളുടെ വാർഷിക സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതിയിരുന്നവരുടെ മെയിൻ പേപ്പറുകളോ സബ്സിഡറി പേപ്പറുകളോ വിളിച്ചിട്ടില്ല. ബികോംകാരുടെ തന്നെ 2005 മുമ്പ് പ്രവേശനം നേടിയിട്ടുള്ള ആളുകളുടെ കൊമേഴ്സ് പേപ്പറുകൾക്ക് വിളിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ PG തലത്തിലേതും MA, MSc, MCom പോലുള്ള PG തലങ്ങളിലേതും ഇതുവരെ വിളിച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കാനിരിക്കുന്നേയുള്ളൂ. അതിൻ്റെയൊക്കെ രജിസ്ട്രേഷന് വിളിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ യൂട്യൂബിലൂടെ അറിയിക്കുന്നതാണ്. ഇനി ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ പലതും ആരംഭിച്ചിട്ടുണ്ട്. പാർട്ട് 1 ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ലഭ്യമാണ്. പരീക്ഷാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സമയങ്ങളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്ന തരത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, ക്ലാസ്സുകൾ ഒരുക്കിയിരിക്കുന്നത്. ലൈവ് ക്ലാസ്സുകളായും റെക്കോർഡഡ് ക്ലാസ്സുകളായും ലഭ്യമാണ്. ജോലിയുള്ളവർക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി അറ്റൻഡ് ചെയ്യാവുന്ന തരത്തിൽ റെക്കോർഡഡ് ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാണ്. ക്ലാസ്സുകൾക്കും നോട്ടുകൾക്കും ആവശ്യമായിട്ടുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് പൂരിപ്പിച്ച് അയക്കാവുന്നതാണ്. ക്ലാസ്സുകൾ പല സബ്ജക്റ്റുകൾക്കും ഓരോരോ ബാച്ചുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പുതിയ ബാച്ചുകൾ ആരംഭിക്കാനിരിക്കുന്നു. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്.